നമസ്കാരം. സനീർ മൂസ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം വാഴച്ചാലം കാണാനായിട്ടാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഫാമിലി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, കുട്ടികൾക്കൊക്കെ നാളെ തൊട്ട് സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൺ ഡേ ട്രിപ്പായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിരപ്പള്ളി പോണ വഴിക്കിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. ആ കാട്, ചുറ്റിനും കാടും പിന്നെ പാം മരങ്ങളുണ്ട് കുറേ. ഈ പാം ഓയിൽ ഉണ്ടാക്കുന്ന മരങ്ങളെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാം മരങ്ങൾ കുറേ ഉണ്ട് അവിടെ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ആ ഭാഗത്തുനിന്ന് വരെ പകുതി മുക്കാലും ഇത് തന്നെ ഉള്ളൂ. പാം മരങ്ങൾ, ഒരുപാട് പാം മരങ്ങളുണ്ട് അവിടെ. നമ്മൾ പോണ വഴിയോര സൈഡിലൊക്കെ കാണാം പാം മരങ്ങൾ കൂടുതലായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് പാം മരത്തിൻ്റെ സൈഡിലായിട്ട്. പിന്നെ അതിരപ്പള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം. ഈ തൃശ്ശൂരിൽ നിന്ന് 63 കിലോമീറ്ററാണ് അതിരപ്പള്ളിക്കുള്ള ദൂരം വരുന്നത്. കാരണം ഫുള്ള് വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് അതിരപ്പള്ളിയുടെ സ്ഥലം. പിന്നെ കുറേ പക്ഷി സങ്കേതങ്ങളുണ്ട്. വിനോദസഞ്ചാരികളെന്ന് വെച്ചാൽ ഒരുപാട്, ഏത് സമയത്തും വിനോദസഞ്ചാരികളാണ് ഉണ്ടാവുക ആ സമയങ്ങളിലൊക്കെ. പിന്നെ ആ സമയത്തിന് അവിടെ തന്നെയാണ് വാഴച്ചാൽ ഉള്ളത്. പിന്നെ ചേമ്പാറ വെള്ളച്ചാട്ടം പോണ വഴികളിൽ തന്നെയാണ് അല്ലാതെ ഉള്ളത്. പിന്നെ ഈ അതിരപ്പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടം അകലിൽ നിന്ന് തന്നെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. പക്ഷെ അവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ അവിടെ പോണ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടം കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് കുട്ടികൾക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണം എന്നുള്ള ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അങ്ങനെ യാത്ര ചെയ്യാനുള്ള പ്ലാനിലാണ്.
അങ്ങനെ അതിരപ്പള്ളിയിലെ എത്താറായി ഞങ്ങൾ. അപ്പോൾ അതിരപ്പള്ളി എത്തിയപ്പോൾ അതിരപ്പള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി കിഴക്കിനായി അതിരപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാതമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഏതാണ്ട് 24 കിലോമീറ്റർ ഉയരം നിന്നും താഴേക്ക് പതിക്കുന്ന ഈ ജലപാതം ചാലക്കുടി പുഴയിലേക്കാണ് പതിക്കുന്നത്. അങ്ങനെ ഒരുപാടുണ്ട് പറയാനായിട്ട് അതിരപ്പള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ അവിടെ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിരപ്പള്ളിയിലാണ് നടക്കുന്നത്. ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട്. പറഞ്ഞാലും മതി തീരൂല, അതുപോലത്തെ ഒരു ഭംഗി തന്നെയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, കാരണം അവിടെ തിരക്ക് കൂടുതലായ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാനും പറ്റില്ല. അപ്പോൾ നേരെ വാഴച്ചാലിക്ക് പോയി. വാഴച്ചാലിലേക്കുള്ള പോണ കാഴ്ചകളാണ് അത് കാണുന്നത്. പോസ്റ്റിൻ്റെ അവിടെ എത്തി. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് വരുമ്പോഴാണ് നല്ല ബ്ലോക്കാണ്. കാരണം ഈ വാഴച്ചാൽ കാണാൻ വന്നവരും ഉണ്ട്, പിന്നെ അവിടുന്ന് മലക്കപ്പാറ പൊള്ളാച്ചിയിൽ നിന്ന് പോകാനുള്ളവരും വരാനുള്ളവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ വണ്ടികളൊക്കെ ഗ്യാപ്പിൽ കൂടെയൊക്കെ പോയി. ബൈക്കായിരുന്നു കൂടുതൽ, പിന്നെ കാറും ഉണ്ടായിരുന്നു, സൈഡിൽ കാറ് പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
അവിടെ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ചെക്കിങ്ങിൻ്റെയും ടൈമിംഗ് ഉണ്ട്. കുറേ ടൈമിങ് ഭയങ്കരമായിട്ട് ടൈമിംഗ് ഉണ്ട്. കാരണം അവർ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ കാറ് കയറ്റി വിടും. പക്ഷേ അവരൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചോദിച്ചറിഞ്ഞത് അവിടെ റോഡും മോശമാണ്. മഴ പെയ്തുകൊണ്ട് ഈ മലക്കപ്പാറൊക്കെ പോണ റൂട്ടിൽ അത് മൊത്തത്തിൽ പ്രശ്നമൊന്നുമില്ല, ചെറിയ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. റോഡിലൊക്കെ ഈ മരങ്ങളും മറ്റുള്ളതൊക്കെ വീണ് കിടക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു രക്തചന്ദനമുണ്ട്. രക്തചന്ദനത്തിൻ്റെ മരം നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ നേരിട്ട് ചെക്ക് പോസ്റ്റ് വഴി പോയി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയത്. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് വാങ്ങാനായിട്ട് 220 രൂപയോളമായി ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയത്. അവിടെ കാർഡും ക്യാഷും മാത്രമേ എടുക്കുള്ളൂ, ഗൂഗിൾ പേ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഈ വാഴച്ചാലി വെള്ളച്ചാട്ടത്തിലേക്ക് കടക്കണം കാണാനായിട്ട്.
വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങുന്ന നേരത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൈഡിലുള്ള ഇതാണ് വീഡിയോ ആണ് കാണുന്നത്, മഴ പെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തും കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കാറിലേക്ക് കയറാനുള്ള ഇതിലാണ് നിൽക്കണത്. കാരണം മഴ കൂടുതലാണ്, മഴ ഭയങ്കരമായിട്ട് കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സമയത്ത് പിന്നെ പോണ വഴിക്കാണ് ഈ കാഴ്ച കണ്ടത്. അപ്പോൾ അങ്ങോട്ട് വണ്ടി എടുത്ത് ഞങ്ങൾ നോക്കിയാണ്. അപ്പോൾ പാലത്തിനടുക്കിൽ മലകളും കാര്യങ്ങളും, അത് പെരുമ്പാവൂർ അങ്കമാലിക്ക് പോണ റൂട്ടാണ്. പിന്നെ കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്നും മറക്കരുത്.